നമസ്കാരം. മനസ്സിൽ കെട്ടി ഉയർത്തിയ സമൃദ്ധിയുടെ നടുവിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്, ശരിയല്ലേ? വിരൽത്തുമ്പിൽ ഭക്ഷണം ഓർഡർ ചെയ്ത് എത്തുന്ന ഈ ആധുനിക കാലത്ത് നാം മറന്നുപോകുന്ന ചില വലിയ സത്യങ്ങളുണ്ട്. വിശപ്പിന്റെ വിലയും അന്നത്തിന്റെ പുണ്യവും. പൗരാണിക കാലത്തെന്ന പോലെ ഇന്നും എക്കാലത്തും പ്രസക്തിയേറിയ ഈ ഒരു കാര്യം മഹാഭാരത കഥയുടെ പശ്ചാത്തലത്തിൽ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരന് കൊടുക്കുന്ന ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അന്നദാനത്തെക്കുറിച്ച്. പിതാമഹൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്നും പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളെ സംബന്ധിച്ച് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. യുധിഷ്ഠിരൻ പിതാമഹനോട് ചോദിച്ചു, പിതാമഹ, നമ്മൾ ചെയ്യുന്ന ദാനകർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദാനം ഏതാണ്? ഏത് ദാനം ചെയ്താലാണ് ഒരാൾക്ക് ഇഹത്തിലും പരത്തിലും സ്വർഗം ലഭിക്കുക? പിതാമഹൻ പറഞ്ഞ മറുപടി വളരെ വ്യക്തമായിരുന്നു. അദ്ദേഹം നാരദ മഹർഷി പണ്ട് തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, യുധിഷ്ഠിര, ലോകത്തിലെ സകല ജീവജാലങ്ങളും നിലനിൽക്കുന്നത് അന്നത്തിലാണ്. ബുദ്ധിയും ശക്തിയും നിലനിൽക്കുന്നത് അന്നത്തിലാണ്. ലോകത്തിന് ഊർജം അന്നം നൽകുന്നു എന്നതുപോലെ തന്നെ പ്രാണനും സഞ്ചരിക്കുന്നതും നിലനിൽക്കുന്നതും അന്നത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് അന്നദാനത്തെക്കാൾ വലിയതായി ഒരു ദാനവുമില്ല. അന്നദാനം കേവലം ഭൗതികമായിട്ടുള്ള ഒരു പ്രവൃത്തി മാത്രമല്ല, അത് നമ്മുടെ കടമ കൂടിയാണെന്ന് ഭീഷ്മർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വഴിപോക്കർ, സന്യാസികൾ, തപസ്വികൾ, വിശക്കുന്നവർ, അതാണ് എടുത്തു പറയേണ്ടത്, വിശക്കുന്നവർ, ഇവർക്കെല്ലാം ഭക്ഷണം നൽകുന്നത് നമുക്ക് സൗഭാഗ്യം കൊണ്ടുവരും എന്നാണ് പറയുന്നത്. നമ്മുടെ വീട്ടിൽ ക്ഷീണിച്ചെത്തുന്ന അതിഥികളെ നാം പൂജിച്ച് ആദരിക്കണം. സ്നേഹത്തോടെ വിനയത്തോടെ വിളമ്പിക്കൊടുക്കുന്ന ഭക്ഷണം നമുക്ക് സന്തോഷം മാത്രമല്ല കൊണ്ടുവരുന്നത്, അങ്ങനെ വിളമ്പിക്കൊടുക്കുന്നവൻ സ്വർഗത്തിൽ പോലും ആദരിക്കപ്പെടുമെന്ന് പറയണം. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഭക്ഷണത്തോടുള്ള അനാദരവാണ്. സ്റ്റാറ്റസിന്റെ അടയാളമായിട്ട് കൊട്ടിഘോഷിച്ച് നടത്തുന്ന വലിയ വിരുന്ന് സൽക്കാരങ്ങൾ എന്തുമാത്രം ഭക്ഷണമാണ് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നത്. ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകൾ വളരുകയും സൽക്കാരം നടത്തുന്നവർ കടക്കിണിയിൽ ആവുകയും ചെയ്യുന്ന ഒരുതരം ആർഭാട സംസ്കാരമല്ലേ ഇത്? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഇവിടെയാണ് ഭീഷ്മരുടെ വാക്കുകൾക്ക് പ്രസക്തി ഏറുന്നത്. നിങ്ങൾ പാഴാക്കുന്ന ഓരോ തരി ഭക്ഷണവും മറ്റൊരാളുടെ വിശപ്പാണെന്നുള്ളത് മറന്നുപോകാതിരിക്കുക. ആവശ്യമില്ലാതെ ഭക്ഷണം വാരിക്കൂട്ടുന്നതും ഒടുവിൽ കൊണ്ടുപോയി വലിച്ചെറിയുന്നതും അധർമ്മം തന്നെയാണ്. ഭക്ഷണം വെറും ഒരു വസ്തുവല്ല, അത് ഊർജമാണ്, പ്രാണനാണ്. അതിനെ ബഹുമാനിക്കാൻ പഠിക്കുക. നിങ്ങൾക്ക് ലഭിച്ച സമൃദ്ധിയിൽ നിന്ന് അതിന്റെ ചെറിയൊരു ഭാഗം വിശക്കുന്നൊരുവന് നൽകാൻ നിങ്ങൾ തയ്യാറായാൽ ഇഹലോകത്തും പരലോകത്തും നിങ്ങൾക്ക് ശാന്തി ലഭിക്കാൻ അത് ഇടയാക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ വിശക്കുന്നവന് ഭക്ഷണം നൽകുന്ന കാര്യത്തിൽ വർഗവർണ്ണ വ്യത്യാസങ്ങളൊന്നും ചകഞ്ഞു പോകേണ്ട കാര്യമില്ല എന്ന് നമ്മുടെ ഭാരതീയ പുരാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുമുണ്ട്. ഭീഷ്മ പിതാമഹൻ ലോക നന്മയ്ക്കായി യുധിഷ്ഠിരനിലൂടെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള ഇതേ കാര്യമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയുടെ 3-ാം അധ്യായമായ കർമ്മയോഗത്തിലെ 14-15 ശ്ലോകങ്ങളിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിങ്ങനെയാണ്: അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവ യജ്ഞാദ്ഭവതി പർജന്യ യജ്ഞകർമ്മ സമുദ്ഭവ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഈ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സകല ജീവജാലങ്ങളും അന്നത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നും ഈ അന്നമാകട്ടെ മേഘം അഥവാ വർഷത്തിൽ നിന്നും ഉണ്ടാകുന്നുവെന്നും ഈ മേഘം നമ്മൾ ചെയ്യുന്ന യജ്ഞത്തിലൂടെയും യജ്ഞമാകട്ടെ നമ്മുടെ കർമ്മങ്ങളിൽ നിന്നും, ഈ കർമ്മങ്ങൾ ഉണ്ടാകുന്നതോ അത് വേദത്തിൽ നിന്നും, വേദം ഉണ്ടായിട്ടുള്ളതോ ഈശ്വരനിൽ നിന്നുമാണ്. ഈ ഒരു ഡീപ്പായിട്ടുള്ളൊരു തത്വം എത്ര ലളിതമായാണ് നമ്മുടെ ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരനിലൂടെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഇത് നമ്മൾ യഥാർത്ഥമായിട്ടുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നിമിഷം മുതൽ നമ്മുടെ മനസ്സിലൊരു റെസല്യൂഷൻ എടുക്കാം. എന്താണെന്നോ, ഇന്നു മുതൽ ഞാൻ ഒരു തരി പോലും ഭക്ഷണം പാഴാക്കില്ല എന്ന്. വിശന്നു വരുന്ന ഒരാളെയും ഞാൻ നിരാശപ്പെടുത്തില്ല എന്ന്. അന്നം അമൃതമാണ്. അത് പങ്കുവയ്ക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ ഈശ്വരീയമായിട്ടുള്ളൊരു ഔന്നത്യം, ഈശ്വരനിലേക്ക് ഉയരുകയാണ്. അതായത് നമ്മൾ ഈശ്വരനായി മാറുന്നത് തന്നെ സംശയമൊട്ടും വേണ്ട. മഹാഭാരതം വെറും ഒരു കഥയല്ല,
അത് യഥാർത്ഥത്തിൽ ഒരു ജീവിത രീതി തന്നെയാണ്. ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരന് ഉപദേശിച്ച ഈ ഒരു മഹത്തായ സത്യം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയാൽ ലോകത്ത് ഒരാളും തന്നെ പട്ടിണി കിടക്കേണ്ടി വരില്ല. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കണ്ട. ഒപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായി ഒന്ന് പരിഗണിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ വരുന്ന വീഡിയോ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം, മഹാഭാരത കഥകൾ കേട്ടുകൊണ്ടേയിരിക്കാം.